തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 3 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ 1 തിമോത്തി 4:11 മുതൽ 16 വരെയും വിശുദ്ധ മത്തായി സുവിശേഷം 24-ാം അധ്യായം 45 മുതൽ 51 വരെയും തിരുവചനങ്ങൾ. ശിരറ്റം പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. എന്താണ് ക്രിസ്തുവിൽ നമ്മുടെ ദൗത്യം? ക്രിസ്ത്യാനി ആവുക വഴി, അവനെ പിൻചൊല്ലാമെന്ന് ഹൃദയം കൊണ്ട് സമ്മതിക്കുക വഴി എന്ത് ദൗത്യമാണ് നാം ഏറ്റെടുത്തത്? സുവിശേഷം ഇന്ന് നമ്മോട് പറയുന്നു, തൻ്റെ ഭവനത്തിലുള്ളവരെ ശുശ്രൂഷിക്കാൻ യജമാനൻ ചുമതല ഏൽപ്പിച്ച ഭൃത്യന്മാർക്ക് സമരാണ് നമ്മൾ. അവിടെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനായിട്ടാണ്. വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനായി അവിടെ നമ്മെ കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം കടമ നിറവേറ്റിയാൽ നമ്മൾ ഭാഗ്യവാന്മാർ. എന്നാൽ യജമാനൻ വരാൻ വൈകുമെന്ന് പറഞ്ഞ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും തിന്നുകുടിച്ച് സന്തോഷിക്കുകയും ഭവനത്തിലുള്ള സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും ഒക്കെ തുടങ്ങിയാൽ യജമാനൻ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ വരും എന്നാണ് സുവിശേഷം പറയുക. ശിരറ്റം പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ഒരു വീണ്ടും വരവിനെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളെ നാം നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ ജീവിത നിലപാടുകൾ എടുക്കാൻ. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ വരുന്ന യജമാനൻ കപടനാട്യക്കാരുടെ കൂടെ നമ്മെ തള്ളും എന്നാണ് സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുക. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരാണ് നമ്മൾ. മംഗളവാർത്താക്കാലത്ത് ക്രിസ്തു ഭൂമിയിൽ ആഗതനായതിനെ കേവലമായി അനുസ്മരിക്കുക മാത്രമല്ല, ജീവിത നിലപാടായി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം നടത്തുന്ന നാളുകളാണ്. എത്രത്തോളം നമുക്ക് വിശ്വസ്തയോടെ ഈ കടമകൾ നിർവഹിക്കാൻ കഴിയുന്നുണ്ട്? സ്വാർത്ഥതയ്ക്കും സ്വന്തം താല്പര്യങ്ങൾക്കും ഉപരിയായൊരു ജീവിതം നയിക്കാൻ കഴിയുന്നുണ്ട്. രണ്ട് കാര്യമാണ് സുവിശേഷം പറഞ്ഞത്: വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ. വിശ്വസ്തൻ എന്നാൽ പറഞ്ഞ കാര്യങ്ങളോട് ഹൃദയം കൊണ്ട് ഉറപ്പ് പ്രഖ്യാപിക്കുന്ന ഒരാളാണ്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ദേവാലയത്തിനകത്ത് നാം പ്രവേശിച്ചത്. മാമോദീസയിൽ ഒന്ന്, പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെ ഉപേക്ഷിക്കാം, ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളോട് വ്രതബദ്ധമായ ജീവിതം നയിക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. ഏത് നിലയ്ക്കാണ് ലോകത്തോട് ഇന്ന് നാം പുലർത്തുന്ന സമീപനങ്ങൾ? എന്താണ് ഈ ലോകവുമായുള്ള നമ്മുടെ എൻഗേജ്മെൻറ്റ്? എങ്ങനെയാണ് ഇടപെടുന്നത്? ഈ ലോകം പ്രധാനമായിട്ടാണോ കാണുന്നത്? ദൈവത്തോട് അന്ന് കൊടുത്ത വ്രതങ്ങൾക്ക് അനുസൃതമായ ജീവിതം നയിക്കാൻ കഴിയുന്നുണ്ട്. പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ ആഡംബരങ്ങൾക്കൊത്ത വിധം ജീവിക്കാനുള്ള കഠിന ശ്രമത്തിലാണോ? ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് ഇന്ന് ലോകരാജ്യത്തിൻ്റെ അംഗമായിട്ടാണോ ജീവിക്കുന്നത്? ദൈവരാജ്യത്തിന് അനുഗുണമായിട്ടാണോ? അതാണ് വിശ്വസ്തതയെ സംബന്ധിച്ച് കാണേണ്ടത്. ക്രിസ്തുവിനോട് പറഞ്ഞ വാക്ക് നിറവേറ്റാനുള്ള ശ്രമങ്ങളുണ്ടോ? വീഴ്ചയുണ്ടാകാം. അനുതാപപൂർണ്ണമായി തിരികെ നടക്കാമല്ലോ. നിലപാടെന്താണ്? നമ്മുടെ നിലപാടുകൾക്കനുസരിച്ച് മാത്രമേ നാം ചരിക്കൂ എന്ന് വാശി പിടിക്കാൻ കഴിയില്ല. ചിലപ്പോൾ വീണു പോയേക്കാം. വീണു പോയാലും ഹൃദയോറപ്പോടെ തിരിച്ചു നടക്കാൻ അനുതാപപൂർണ്ണമായ ജീവിതം നയിക്കാൻ കഴിയണമല്ലോ. രണ്ടാമത്തെ ഭാഗത്ത് വിവേകിയാകണമെന്നാണ്. വിവേകത്തെക്കുറിച്ച് കുമാരനാശാൻ പറയുന്നത്, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. എന്താണ് വിവേകം? സ്വർഗത്തെക്കുറിച്ചുള്ള ധാരണയാണ്. ഈ സ്വർഗത്തിനെക്കുറിച്ചുള്ള ധാരണ സാഹോദര്യത്തിലൂന്നിയൊരു ധാരണയാണ്. അവരന് വേണ്ടി ജീവിതം അർപ്പിക്കാൻ കഴിയുമ്പോൾ, അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപാലുവായ ക്രിസ്തുവിനെ പിൻചൊല്ലേണ്ട ആൾ നിശ്ചയമായിട്ടും അവരന് വേണ്ടി ജീവിതം നയിക്കാൻ മനസ്സ് കാണിക്കണം. ഇപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിൽ ഉറപ്പുള്ള ആളാണെങ്കിൽ നിശ്ചയമായിട്ടും അയാളുടെ യാത്ര സ്വർഗോന്മുഖമായിരിക്കും, വിശ്വസ്തനായ ഭൃത്യനായിരിക്കും. അങ്ങനെയാണെങ്കിൽ യജമാനൻ വരുന്ന സമയത്ത് ഈ ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്ന ഒരാളെ കണ്ടുമുട്ടും. അങ്ങനെ കണ്ടാൽ ഭാഗ്യവാൻ എന്നാണ് പറയുക. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന സമയത്താണ് മരണം വരുന്നതെങ്കിൽ ഭാഗ്യവാൻ. അതേസമയം അലസതയിലും സ്വന്തം താല്പര്യങ്ങളിലും സ്വാർത്ഥതയിലും സ്വന്തം ഇഷ്ടങ്ങളിലൊക്കെ കുടുങ്ങി ജീവിക്കുന്ന സമയത്താണ് മരണം വരുന്നതെങ്കിൽ നിർഭാഗ്യവാൻ. നാം കപടനാട്യക്കാരുടെ കൂടെ തള്ളപ്പെടും. വളരെ ലളിതമാണ് സുവിശേഷ ഭാഗം. ശിരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഏത് നിലയ്ക്കാണ് ജീവിതം എന്ന് ചിന്തിക്കണം. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നീ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുക. നിൻ്റെ പ്രായക്കുറവ് ആരും ഗണിക്കാൻ ഇടവരരുത്. ഇത് പ്രായത്തിൻ്റെ പ്രശ്നമല്ല, വളരെ ലളിതമായ കാര്യമാണ്. ജീവിതത്തിൽ ക്രിസ്തു പറഞ്ഞ ഭാഗങ്ങൾക്കനുസരിച്ച് ജീവിതം നയിച്ചാൽ, അവരന് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞാൽ, വിവേകിയായി ജീവിച്ചാൽ, പറഞ്ഞ വാക്ക് പാലിക്കാൻ വിശ്വസ്തയോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും യജമാനം വരുമ്പോൾ ഭാഗ്യവാന്മാരായിട്ട് കാണപ്പെടും. മരണം വരുമ്പോൾ അതല്ലെങ്കിൽ നിർഭാഗ്യവാന്മാർ. അങ്ങനെ ആയിത്തീരണമെങ്കിൽ സ്നേഹത്തിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും ഉറപ്പുള്ളവരായിട്ട് ജീവിക്കണമെന്ന് പറയാം. മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുന്നവരായിട്ട് മാറണം. ഈ കാര്യങ്ങൾ വ്യക്തതയോടെ ജീവിതത്തിൽ നിറവേറ്റാൻ കഴിയണമെന്ന് പഠിപ്പിക്കണമെന്ന് തിമോത്തിയോസിനോട് വിശ്വസ്തേഹ ഓർമ്മിപ്പിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണം. അവരന് വേണ്ടിയാകണം ജീവിതം. അങ്ങനെ ക്രിസ്തു പറഞ്ഞ വാക്കുകൾക്കകത്ത് ഉറച്ചു നിൽക്കുമെങ്കിൽ, ക്രിസ്തുവിനോട് നാം പറഞ്ഞ വാക്കുകൾക്കകത്ത് ഉറച്ചു നിൽക്കുമെങ്കിൽ, അതേസമയം തന്നെ വിവേകിയായി
ക്രിസ്തു പറഞ്ഞ വിവേകമതിയായി ഈ വചനപാലനത്തിൻ്റെ ഭാഗമായി ക്രിസ്തുവിൻ്റെ വഴിയെ പിൻചൊല്ലുന്ന ഒരു ജീവിതം നയിക്കുമെങ്കിൽ നിശ്ചയമായും സ്വർഗ്ഗം ഉറപ്പാക്കാമെന്ന് വചനം പറയണം. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് എന്നും നേരിടുന്നൊരു കാര്യമാണ് ഈ അന്ത്യനാളിൻ്റെ ഒരു വിഷയം. ഇതെന്നാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ദൈവം നമ്മെ വിളിക്കുന്ന ആ സമയം വരെ വിശ്വസ്തതാപൂർവം വിവേകപൂർവ്വം ജീവിതം നയിക്കാൻ കഴിയണം. നമുക്ക് അതിനാവശ്യമായ ആത്മബലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ഇടറിപ്പോയിടത്തൊക്കെ അനുതാപപൂർണ്ണമായി തിരികെ നടക്കാം. ദൈവം നിരന്തരമായി നമ്മോട് കൂടെയുണ്ടെന്ന ബോധ്യത്തിലേക്ക് വരാം. പരിശുദ്ധ ബലിയിൽ നമ്മെ തന്നെ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹങ്ങളും നിരന്തരമായ തുണയും അവിടെ നിന്ന് നമുക്ക് പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിക്കാം. ആമേൻ.